ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദിവസവും ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകളാണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് ഫ്ലുവൻസി ഡെവലപ്മെൻറ്റിന് നല്ല സഹായകമാവും. അപ്പോൾ നമ്മൾ ദിവസവും ഉപയോഗിക്കുമ്പോൾ നമുക്ക് ദിവസവും സംസാരിച്ച് പഠിക്കാനും എളുപ്പമാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം. കൂടുതലായി 2 കളിക്കാരെ ടീമിന് അത്യാവശ്യമാണ്. ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയുക? വി നീഡ് 2 more players ഫോർ ദ ടീം. നമുക്ക് കൂടുതലായി 2 കളിക്കാരെ ടീമിന് അത്യാവശ്യമാണ്. വി നീഡ് 2 more players ഫോർ ദ ടീം. നമുക്ക് കൂടുതലായി 2 കളിക്കാരെ ടീമിന് അത്യാവശ്യമാണ്. വി നീഡ് 2 more players ഫോർ ദ ടീം. നമുക്ക് കൂടുതലായി 2 കളിക്കാരെ ടീമിന് അത്യാവശ്യമാണ്. വി നീഡ് 2 more players ഫോർ ദ ടീം. പ്രത്യേകിച്ച് ഒരു ഫീസും കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടോ? ഇതെങ്ങനെ ചോദിക്കാം? He need not pay any special fees. Need he. ആവശ്യമുണ്ടോ? അവന് പ്രത്യേകിച്ച് ഫീസൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടോ? ഇങ്ങനെ ചോദിക്കൂലേ? അതെങ്ങനെ ചോദിക്കുക? He need not pay any special fees. Need he. അവന് പ്രത്യേകിച്ച് ഒരു ഫീസും കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടോ? ഹീ നീഡ് നോട്ട് പേ എനി സ്പെഷ്യൽ ഫീസ്. നീഡ് ഹീ. അവന് പ്രത്യേകിച്ച് ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടോ? ഹീ നീഡ് നോട്ട് പേ എനി സ്പെഷ്യൽ ഫീസ്. നീഡ് ഹീ. അവന് പ്രത്യേകിച്ച് ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടോ? ഹീ നീഡ് നോട്ട് പേ എനി സ്പെഷ്യൽ ഫീസ്. നീഡ് ഹീ. അവന് പ്രത്യേകിച്ച് ഫീസൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടോ? ക്ഷമ നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെ പറയാ? യു നീഡ് നോട്ട് ഹാവ് ലോസ്റ്റ് യുവർ ടെമ്പർ. നിങ്ങളുടെ ക്ഷമ നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു. യു നീഡ് നോട്ട് ഹാവ് ലോസ്റ്റ് യുവർ ടെമ്പർ. നിങ്ങളുടെ ക്ഷമ നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു. യു നീഡ് നോട്ട് ഹാവ് ലോസ്റ്റ് യുവർ ടെമ്പർ. നിങ്ങളുടെ ക്ഷമ നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു. യു നീഡ് നോട്ട് ഹാവ് ലോസ്റ്റ് യുവർ ടെമ്പർ. നിങ്ങളുടെ ക്ഷമ നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു. സമ്മതത്തിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നിങ്ങനെ പറയാം? ഐ നീഡ് നോട്ട് ഹാവ് വെയിറ്റഡ് ഫോർ ഹിസ് കൺസെൻറ്റ്. അയാളുടെ സമ്മതത്തിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. I need not have waited for his consent. അയാളുടെ സമ്മതത്തിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. I need not have waited for his consent. അയാളുടെ സമ്മതത്തിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. I need not ഹാവ് വെയിറ്റഡ് ഫോർ ഹിസ് കൺസെൻറ്റ്. അയാളുടെ സമ്മതത്തിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നോട് ഫൈറ്റ് ചെയ്യാൻ ഒരുങ്ങുന്നു എന്നെങ്ങനെ പറയാ? ഹീ ഡെയേഴ്സ് മീ ടു ഫൈറ്റ്. അവൻ എന്നോട് സംഘടനം ചെയ്യാൻ ഒരുങ്ങുന്നു. ഹീ ഡെയേഴ്സ് മീ ടു ഫൈറ്റ്. അവൻ എന്നോട് ഫൈറ്റ് ചെയ്യാൻ ഒരുങ്ങുന്നു. ഹീ ഡെയേഴ്സ് മീ ടു ഫൈറ്റ്. അവൻ എന്നോട് സംഘടനം ചെയ്യാൻ ഒരുങ്ങുന്നു. ഹീ ഡെയേഴ്സ് മീ ടു ഫൈറ്റ്. അവൻ എന്നോട് സംഘടനം ചെയ്യാൻ ഒരുങ്ങുന്നു. ഹീ ഡെയേഴ്സ് മീ ടു ഫൈറ്റ്. അവൻ എന്നോട് സംഘടനം ചെയ്യാൻ ഒരുങ്ങുന്നു. ഹീ ഡെയേഴ്സ് മീ ടു ഫൈറ്റ്. അവൻ എന്നോട് സംഘടനം ചെയ്യാൻ ഒരുങ്ങുന്നു. മുഖത്തു നോക്കി കള്ളൻ എന്ന് വിളിക്കാൻ അവൾ ധൈര്യപ്പെട്ടു. ഷീ ഡെയർഡ് ടു കോൾ ഹിം എ ലയർ. അയാളുടെ മുഖത്ത് നോക്കി കള്ളൻ എന്ന് വിളിക്കാൻ അവൾ ധൈര്യപ്പെട്ടു. ഷീ ഡെയർഡ് ടു കോൾ ഹിം എ ലയർ.
അയാളുടെ മുഖത്ത് നോക്കി കള്ളൻ എന്ന് വിളിക്കാൻ അവൾ ധൈര്യപ്പെട്ടു. ഷീ ഡയേഡ് ടു കോൾ ഹിം എ ലയർ. അയാളുടെ മുഖത്ത് നോക്കി കള്ളൻ എന്ന് വിളിക്കാൻ അവൾ ധൈര്യപ്പെട്ടു. ഷീ ഡയേഡ് ടു കോൾ ഹിം എ ലയർ. അയാളുടെ മുഖത്ത് നോക്കി കള്ളൻ എന്ന് വിളിക്കാൻ അവൾ ധൈര്യപ്പെട്ടു. ഷീ ഡയേഡ് ടു കോൾ ഹിം എ ലയർ. അയാളുടെ മുഖത്ത് നോക്കി കള്ളൻ എന്ന് വിളിക്കാൻ അവൾ ധൈര്യപ്പെട്ടു. എൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാൻ ഒരുങ്ങി എന്നെങ്ങനെ പറയാ? ഹീ ഡയേഡ് മീ ടു ഫേസ് ടു മീ. അവൻ എൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാൻ ഒരുങ്ങി. ഹീ ഡയേഡ് മീ ടു ഫേസ് ടു മീ. അവൻ എൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാൻ ഒരുങ്ങി. ഡയേഡിന് വെല്ലുവിളിക്കുക, എതിർക്കുക എന്നുള്ള അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. ധൈര്യപ്പെടുക, അങ്ങനെയുള്ള 3 അർത്ഥങ്ങളും കൂടി വരുന്നുണ്ട്. ഹീ ഡയേഡ് മീ ടു ഫേസ് ടു മീ. അവൻ എൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാൻ ഒരുങ്ങി. ഹീ ഡയേഡ് മീ ടു ഫേസ് ടു മീ. അവൻ എൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാൻ ഒരുങ്ങി. നദിയിൽ നീന്താനുള്ള ധൈര്യം ഇല്ലായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ ഡു നോട്ട് ഡയർ ടു സ്വിം ഇൻ ദ റിവർ. എനിക്ക് നദിയിൽ നീന്താനുള്ള ധൈര്യം ഇല്ലായിരുന്നു. ഐ ഡു നോട്ട് ഡയർ ടു സ്വിം ഇൻ ദ റിവർ. എനിക്ക് നദിയിൽ നീന്താനുള്ള ധൈര്യമില്ലായിരുന്നു. ഐ ഡു നോട്ട് ഡയർ ടു സ്വിം ഇൻ ദ റിവർ. എനിക്ക് നദിയിൽ നീന്താനുള്ള ധൈര്യം ഇല്ലായിരുന്നു. ഐ ഡു നോട്ട് ഡയർ ടു സ്വിം ഇൻ ദ റിവർ. എനിക്ക് നദിയിൽ നീന്താനുള്ള ധൈര്യം ഇല്ലായിരുന്നു. നീന്താനുള്ള ധൈര്യം ഇല്ലായിരുന്നു എന്നിങ്ങനെ പറയാം? ഐ ഡു നോട്ട് ഡയർ ടു സ്വിം ഇൻ ദ റിവർ. എനിക്ക് നദിയിൽ നീന്താനുള്ള ധൈര്യം ഇല്ലായിരുന്നു. ഐ ഡു നോട്ട് ഡയർ ടു സ്വിം ഇൻ ദ റിവർ. എനിക്ക് നദിയിൽ നീന്താനുള്ള ധൈര്യം ഇല്ലായിരുന്നു. ഐ ഡു നോട്ട് ഡയർ ടു സ്വിം ഇൻ ദ റിവർ. എനിക്ക് നദിയിൽ നീന്താനുള്ള ധൈര്യം ഇല്ലായിരുന്നു. ഐ ഡു നോട്ട് ഡയർ ടു സ്വിം ഇൻ ദ റിവർ. എനിക്ക് നദിയിൽ നീന്താനുള്ള ധൈര്യം ഇല്ലായിരുന്നു. ഇത് ചെയ്യാൻ മടിയില്ലാത്തവനാണ് എന്നിങ്ങനെ പറയാം? ദർ ഈസ് നത്തിങ് ദാറ്റ് ഹി ഡസ് നോട്ട് ഡയർ. അവൻ എന്ത് ചെയ്യാൻ മടിയില്ലാത്തവനാണ്. ദർ ഈസ് നത്തിങ് ദാറ്റ് ഹി ഡസ് നോട്ട് ഡയർ. അവൻ എന്തു ചെയ്യാൻ മടിയില്ലാത്തവനാണ്. ദർ ഈസ് നത്തിങ് ദാറ്റ് ഹി ഡസ് നോട്ട് ഡയർ. അവൻ എന്തു ചെയ്യാൻ മടിയില്ലാത്തവനാണ്. ദർ ഈസ് നത്തിങ് ദാറ്റ് ഹി ഡസ് നോട്ട് ഡയർ. അവൻ എന്തു ചെയ്യാൻ മടിയില്ലാത്തവനാണ്. അതിനുള്ള ധൈര്യം അവൾക്കില്ല എന്നിങ്ങനെ പറയാം? ഷീ ഡയർ നോട്ട് ഡു സോ. അത് ചെയ്യാനുള്ള ധൈര്യം അവൾക്കില്ല. ഷീ ഡയർ നോട്ട് ഡു സോ. അത് ചെയ്യാനുള്ള ധൈര്യം അവൾക്കില്ല. ഷീ ഡയർ നോട്ട് ഡു സോ. അത് ചെയ്യാനുള്ള ധൈര്യം അവൾക്കില്ല. ഷീ ഡയർ നോട്ട് ഡു സോ. അത് ചെയ്യാനുള്ള ധൈര്യം അവൾക്കില്ല. എതിരിടാനുള്ള ധൈര്യം നിങ്ങൾക്കില്ല എന്നിങ്ങനെ പറയാം? യു ഡയർ നോട്ട് ഒപ്പോസ് ഹിം. അയാളെ എതിരിടാനുള്ള ധൈര്യം നിങ്ങൾക്കില്ല. യു ഡയർ നോട്ട് ഒപ്പോസ് ഹിം. അയാളെ എതിരിടാനുള്ള ധൈര്യം നിങ്ങൾക്കില്ല. യു ഡയർ നോട്ട് ഒപ്പോസ് ഹിം. അയാളെ എതിരിടാനുള്ള ധൈര്യം നിങ്ങൾക്കില്ല. യു ഡയർ നോട്ട് ഒപ്പോസ് ഹിം. അയാളെ എതിരിടാനുള്ള ധൈര്യം നിങ്ങൾക്കില്ല. കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? ഇങ്ങനെ ഒരു കാര്യം പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? എങ്ങനെ ചോദിക്കില്ലേ നമ്മൾ? അതെങ്ങനെയാണ് പറയുക? ഹൗ ഡയർ യു ഡു സച്ച് എ തിങ്സ്. ഇങ്ങനെ ഒരു കാര്യം പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? ഹൗ ഡയർ യു ഡു സച്ച് എ തിങ്സ്. ഇങ്ങനെ ഒരു കാര്യം പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? ഹൗ ഡയർ യു ഡു സച്ച് എ തിങ്സ്. ഇങ്ങനെ ഒരു കാര്യം പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? ഹൗ ഡയർ യു ഡു സച്ച് എ തിങ്സ്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യമുണ്ടായി?
പാടാൻ കഴിയുന്നു എന്നെങ്ങനെ പറയാം? ഐ ആം ഏബിൾ ടു സിങ്. എനിക്ക് പാടാൻ കഴിയുന്നു. 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 ഭംഗിയായി ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നു എന്നെങ്ങനെ പറയാ? ഷീ ഈസ് ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. അവൾക്ക് ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നു. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഏബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാനും അതേ സെയിം എഫക്റ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിയുന്നു എന്നിങ്ങനെ പറയാം. ഷീ ഈസ് ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. അവൾക്ക് ഇംഗ്ലീഷ് ഒഴുക്കോടെ സംസാരിക്കാൻ കഴിയുന്നു. ഷീ ഈസ് ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. അവൾക്ക് ഇംഗ്ലീഷ് ഒഴുക്കോടെ സംസാരിക്കാൻ കഴിയുന്നു. ഷീ ഈസ് ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. അവൾക്ക് ഇംഗ്ലീഷ് ഒഴുക്കോടെ സംസാരിക്കാൻ കഴിയുന്നു. കാർ ഓടിക്കാൻ കഴിയുന്നു എന്നിങ്ങനെ പറയാം. വി ആർ ഏബിൾ ടു ഡ്രൈവ് ദ കാർ. ഞങ്ങൾക്ക് കാർ ഓടിക്കാൻ കഴിയുന്നു. വി ആർ ഏബിൾ ടു ഡ്രൈവ് ദ കാർ. ഞങ്ങൾക്ക് കാർ ഓടിക്കാൻ കഴിയുന്നു. വി ആർ ഏബിൾ ടു ഡ്രൈവ് ദ കാർ. ഞങ്ങൾക്ക് കാർ ഓടിക്കാൻ കഴിയുന്നു. വി ആർ ഏബിൾ ടു ഡ്രൈവ് ദ കാർ. ഞങ്ങൾക്ക് കാർ ഓടിക്കാൻ കഴിയുന്നു. നല്ലതുപോലെ അഭിനയിക്കാൻ കഴിഞ്ഞു എന്നെങ്ങനെ പറയാ? ഹി വാസ് ഏബിൾ ടു ആക്ട് വെൽ. അവന് നല്ലതുപോലെ അഭിനയിക്കാൻ കഴിഞ്ഞു. ഹി വാസ് ഏബിൾ ടു ആക്ട് വെൽ. അവന് നല്ലതുപോലെ അഭിനയിക്കാൻ കഴിഞ്ഞു. ഹി വാസ് ഏബിൾ ടു ആക്ട് വെൽ. അവന് നല്ലതുപോലെ അഭിനയിക്കാൻ കഴിഞ്ഞു. ഹി വാസ് ഏബിൾ ടു ആക്ട് വെൽ. അവന് നല്ലതുപോലെ അഭിനയിക്കാൻ കഴിഞ്ഞു. കള്ളനെ പിടിക്കാൻ കഴിഞ്ഞു എന്നെങ്ങനെ പറയാം? ദേ വർ ഏബിൾ ടു ക്യാച്ച് ദ പിക്ക് പോക്കറ്റ്. അവർക്ക് കള്ളനെ പിടിക്കാൻ കഴിഞ്ഞു. ദേ വർ ഏബിൾ ടു ക്യാച്ച് ദ പിക്ക് പോക്കറ്റ്. അവർക്ക് കള്ളനെ പിടിക്കാൻ കഴിഞ്ഞു. ദേ വർ ഏബിൾ ടു ക്യാച്ച് ദ പിക്ക് പോക്കറ്റ്. അവർക്ക് കള്ളനെ പിടിക്കാൻ കഴിഞ്ഞു.